ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത, നിങ്ങൾക്ക് അറിയില്ലാത്തതുമായ ഒരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങളോട് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളത് കേൾക്കില്ലെന്ന് എനിക്കറിയാം. കാരണം ഇത് കേട്ടാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ കേട്ട കാര്യങ്ങളല്ല ഞാനും പറയണേ. നിങ്ങൾ കേട്ടതിനേക്കാളും അപ്പുറമാണ് ഉള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉൾക്കൊണ്ടാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പൈശാചിക ശക്തികളെക്കുറിച്ചാണ്. ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് ഇപ്പം. ഈ പിശാചിനെ ഒഴിവാക്കി, അതൊഴിവാക്കി, ഇതൊഴിവാക്കി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല ഇവരിത് എന്തുദ്ദേശിച്ചാണ് ഇത് പറയണേ, എന്തടിസ്ഥാനത്തിൽ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവർ പറഞ്ഞ് ശരിയായിരിക്കാം. എങ്കിലും എനിക്ക് എൻ്റേതായ ഒരു ഇതിൽ ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒരു 25 വർഷത്തിൻ്റെ മേലെയായി ഞാൻ ഈ ഒരു ശുശ്രൂഷ മാത്രം ചെയ്യുന്നത്. അതായത് എൻ്റെ മിനിസ്റ്ററിൽ തന്നെ ഈ പൈശാചിക ശക്തികളെ ബന്ധിക്കുക എന്നുള്ളതാണ്. അതാണ് ഈശോ എനിക്ക് തന്നയുടെ മിനിസ്ട്രി. അതിലാണ് എന്നെ ഈശോ വളർത്തിയത്. അതിനു വേണ്ടിയാണ് എന്നെ ഒരുക്കിയത് തന്നെ. അപ്പം എനിക്ക് അറിയാവുന്നൊരു കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചാൽ നിങ്ങൾക്ക് വാരാമെങ്കിൽ വലിയത്, നിങ്ങൾ കാണുമെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇതായോ ഞാൻ ഈ പൈശാചിക ശക്തികൾ 4 തരമുണ്ട്. 1 ചാത്തൻ സേവ, 2 കൂടോത്രം, 3 മന്ത്രവാദം, 4 കൈവശം. ഈ 4 പൈശാചിക ശക്തികളാണ് ഇന്ന് നമ്മളുടെ ഇടയിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ 4 ശക്തികളിൽ നിന്നും, ഈ 4 ശക്തികളിൽ 3 നമുക്ക് ഒഴിവാക്കാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരെണ്ണം, അത് കൈവിഷം, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കൈവിഷം എന്ന് പറഞ്ഞാൽ വിഷമൊന്നും കൂട്ടി ചേർക്കണമല്ല അതിനകത്ത്. അതതിൻ്റെ പേര് അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. ബൈബിളിൽ പഴയ നിയമത്തിലൊക്കെ ഉണ്ട് കൈവിഷത്തെക്കുറിച്ച്. അപ്പോൾ അത് അതിൻ്റെ പേരാണ് കൈവിഷം, അല്ലാണ്ട് അതിനകത്ത് വിഷവും മരുന്നും മാത്രമൊന്നും ഇല്ല. മനസ്സിലായി? ഒരു പൈശാചിക ശക്തിയാണത്. വിഷമൊന്നുമില്ല, ഛർദ്ദിപ്പിക്കാൻ അതിന് വിഷമൊന്നുമില്ല അതിന്. ഞാൻ അതിനകത്തേക്ക് വരുന്നില്ല. ഞാനിത് 4 പൈശാചിക ശക്തികളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇപ്പം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ചാത്തൻ സേവയെക്കുറിച്ചാണ്. ഇന്ന് ഈ ചാത്തൻ സേവയിൽ പെട്ടുപോയിട്ടുള്ള അനേകം കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ചാത്തൻ സേവയെ ഒഴിവാക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അപ്രായോഗികമാണ്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. നേർച്ച നടത്തിയതുകൊണ്ടോ ബന്ധന പ്രാർത്ഥന നടത്തിയതുകൊണ്ടൊന്നും ചാത്തൻ സേവ ഒഴിഞ്ഞു പോകത്തില്ല. കാരണം അതങ്ങനെ ഒഴിഞ്ഞു പോകുന്ന സാധനം അല്ല താനും. ഞാനത് പറയാൻ കാരണം, ഈ കടമ്പറ്റം പള്ളിയിൽ ചാത്തൻ സേവ ഒഴിവാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ തൊടുപുഴ മുതലക്കുളം പള്ളിയിൽ നേർച്ച നടത്തിയാൽ ചാത്തൻ സേവ ഒഴിഞ്ഞു പോകും എന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഫലപ്രദമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇനി എന്താണ് ചാത്തൻ സേവ എന്ന് നിങ്ങൾ അറിയണ്ടേ? എന്താണ് ചാത്തൻ സേവ? അത് വ്യക്തമായിട്ട് അറിയണം. നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതായത് തലമുറകൾക്ക് മുമ്പ്, ചിലപ്പം 3-4 തലമുറയ്ക്കൊക്കെ മുമ്പ് അന്നത്തെ കാരണവന്മാർക്ക്, മാതാപിതാക്കൾക്ക് ഒരു വലിയ
ഭാരമായിരുന്നില്ല. അതായത് അന്ന് കൂട്ടുകുടുംബമായിരുന്നു. ആ കൂട്ടുകുടുംബത്തെ പോറ്റാൻ ഒരു നിവൃത്തിയുമില്ലാത്ത കാലഘട്ടത്തിൽ, കഷ്ടപ്പാടുകളുടെ നടുവിൽ നട്ടം തിരിയുന്ന കാലത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് മാറാൻ നിങ്ങൾ ഒരു മന്ത്രവാദിയെ കണ്ട് ഒരു സേവ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഈ കഷ്ടപ്പാടുകളൊക്കെ മാറുകയും ചെയ്യും. ഇവിടെയാണ് ചാത്തൻ സേവയുടെ തുടക്കം. ഇതില്ലേ, അന്ന് കൂട്ടുകുടുംബം, ഒരുപാട് മക്കളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, ചേട്ടൻ, അനിയന്മാർ, മാതാപിതാക്കൾ, കൂടി വലിയൊരു കുടുംബമാണിത്. അപ്പം അവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഷ്ടപ്പാടാണ്. ഇതിവിടെ ഇന്നത്തെ മാരൊന്നുമില്ല. അന്ന് മണ്ണിൽ പണിയെടുത്ത് തന്നെ ജീവിക്കണം. എന്തെങ്കിലും കിട്ടിയാൽ വിറ്റ് ആ വരുമാനം കൊണ്ട് വേണം ജീവിക്കാൻ. അപ്പം ആ കൂട്ടുകുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഒരു ആശ്വാസം പകരുന്ന ഒരു വാക്കാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളാരെങ്കിലും ഏതെങ്കിലും മന്ത്രവാദിയെ പോയി കാണുക, ഇല്ലേ, അവർ ഇതിനൊരു പരിഹാരം കണ്ടുതരും. പ്രകാരം ചില മനസ്സോടെ ആണെങ്കിലും എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചൊരു മന്ത്രവാദിയെ പോയി കണ്ടുപിടിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ചാത്തൻ സേവയ്ക്ക് അടിമപ്പെട്ടു പോകും. അവരങ്ങനെ ചാത്തനെ സ്വീകരിക്കും. ഈ ചാത്തനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിലെയാണ് ചാത്തനെ കയറ്റിവിടുന്നത്. അപ്പം അത് നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു മുറിയിൽ ഇവനെ സ്ഥാപിക്കും. ഏതെങ്കിലും മുറി സ്ഥാപിച്ചിട്ട് എല്ലാ ദിവസവും അവന് പൂജ ചെയ്യണം. എല്ലാ ദിവസവും പൂജ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവനടയും. അങ്ങനെ പൂജ ചെയ്ത് അവനെ തൃപ്തിപ്പെടുത്തണം. അതല്ലേ ബൈബിളിൽ ഈശോട് പറഞ്ഞില്ലേ, എൻ്റെ കാൽക്കൽ നീ സാഷ്ടാംഗം വീണാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരും. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ചാത്തനെ സേവിക്കുന്ന ആ വ്യക്തികൾ തന്നെ അവർ കുർബാനയ്ക്കും പോകും. അന്നത്തെ കാലത്ത് ഒരു പള്ളി എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ കിലോമീറ്റർ ചുറ്റളവിലാണ് അവർക്ക് ഒരു പള്ളി ഇരിക്കണമെന്നറിയോ. അപ്പോൾ ഞായറാഴ്ച പോലും അത്യാവശ്യം ഞായറാഴ്ച ഇന്നത്തെ പോലെ പണിയൊന്നും അവർ പണിയത്തില്ല. ഞായറാഴ്ചകളുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോവുക. എത്ര കിലോമീറ്റർ നടന്നാലാണ്, എത്ര മലകൾ താണ്ടിയാലാണ് ഒരു പള്ളി ചെല്ലണമെന്നറിയോ. അന്ന് അത്രയും കഷ്ടപ്പാടാണ് ഈ പള്ളി പോകാനായിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ കഷ്ടപ്പാടുള്ളതുകൊണ്ടാണ് സഭ, അന്നത്തെ മേലധികാരികൾ, സിനഡ് ഒക്കെ തീരുമാനിച്ചത് സന്ധ്യപ്രാർത്ഥനയാണ് അന്നത്തെ ഒരു കുർബാന. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ സന്ധ്യപ്രാർത്ഥന നമ്മുടെ കുടുംബ പ്രാർത്ഥനയാണ്, കുടുംബ കുർബാനയാണ്. ഇന്നിപ്പോൾ അത് ജപമാലയായി മാറി. ആ ജപമാലയെ പോലും ഇന്ന് കുടുംബത്തിൻ്റെ കുർബാനയാണത്. അതാണ് അത് യോഗ്യതയോടുകൂടി ഒക്കെ ചെല്ലണം എന്ന് പറയാനുള്ള കാരണം. ഐക്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ഒരുമയോടുകൂടി. അതാണ് ആ കുർബാനയുടെ പ്രത്യേകത. അപ്പം അന്ന് ഇങ്ങനെ ആഴ്ചയിലൊരിക്കൽ പോയി, അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ പോയി, അങ്ങനെ അവർ ശരിക്കും ഈ സാത്താൻ്റെ അടിമത്തത്തിലേക്ക് കടന്നു പോകും. സാത്താൻ്റെ അടിമയായിട്ട് പൂർണ്ണമായിട്ട് മാറിപ്പോവുക. മനസ്സിലായില്ലേ? പിന്നെ അവനെ പൂജിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏകലക്ഷ്യം. അവനെ കാലത്തെ ഒരാൾ, ആ വീട്ടിലെ കാരണവർ, അതാരാണോ കൊണ്ടുവന്നേ അവർ അതിനെ കാലത്തെ ചന്ദനത്തിരിയും പൂവൊക്കെ വെച്ച് പൂജിച്ച് കടന്നു പോകും. അതിന് അവർക്ക് അതിനുള്ള ഗുണവും ഉണ്ട് കേട്ടോ. കാരണം ഇഷ്ടംപോലെ സ്വത്ത് കൊടുക്കും. അവർക്ക് പറ്റാത്തടത്തോളം സ്വത്ത് കൊടുക്കും. അവർക്ക് മതിയാവുമ്പോൾ നിർത്തുന്ന അത്രയധികം സ്വത്ത് ഈ പിശാച് കൊടുക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെ ഇവർ പൂജിക്കുന്നത്. മനസ്സിലായില്ലേ? ആ പ്രദേശത്ത് ഈ ഇങ്ങനെ സേവ നടത്തുന്ന ആ വ്യക്തി ആ പ്രദേശത്ത് ഏറ്റവും വലിയ ജമ്മിയായിരിക്കും, ഏറ്റവും വലിയ പണക്കാരനായിരിക്കും. വീതം വയ്ക്കുമ്പോൾ ഇതെല്ലാവർക്കും വീതം വെച്ച് കൊടുക്കും. മനസ്സിലായില്ലേ? കാരണം അത് ഈ സാത്താൻ കൊടുക്കുന്ന
സമ്പത്താണത്. നീ എന്നെ ഒന്ന് വണങ്ങിയാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരും. ഇത് സത്യമാണ്. ആ വണങ്ങലാണ് ഈ സേവന പൂജിക്കുന്നത്. അവന് അതെല്ലാം തരും, അവിടെ ഒരു കുറവും വരുത്തില്ല. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ ചാത്തനെ ആര് പോയി മേടിച്ചു കൊണ്ടിരുന്നുവോ അല്ലേ, ആ ആൾ മരിക്കണമെങ്കിൽ പകരം ആ വീട്ടിൽ ആരെങ്കിലും ഇതിനെ ഏറ്റെടുക്കണം. അത് കേട്ടിട്ടില്ലേ? കാരണം അത് പറഞ്ഞിട്ടില്ലേ, ചില മരിക്കുന്നതിന് മുമ്പ് വിളിച്ചു ചോദിക്കും ഏറ്റെടുക്കാമോ എന്ന്. ഈ സാധനത്തിനെ ഏറ്റെടുക്കാനാണ്. ഈ സാധനത്തിനെ ഏറ്റെടുത്താലേ അവർക്ക് മരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ചാത്തൻ സേവയുടെ പ്രത്യേകത. അതാണ് അതിൻ്റെ ക്രൂരത. ഈ സേവന ഏറ്റെടുത്തില്ലെങ്കിൽ, ആരും ഏറ്റെടുക്കാനില്ലെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് ആ വ്യക്തിക്കും മരണം എന്നുള്ളത് വർഷങ്ങളോളം, അത് ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. 5-5.5 പൊക്കമുള്ള മനുഷ്യൻ 3 അടിയായി ചുരുങ്ങി ചെറിയ പുള്ളത്തൊട്ടിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മരിക്കാതെ. അതിന് ചാത്തൻ സേവയുടെ പ്രത്യേകത, അതിന് ചാത്തൻ സേവയുടെ ബുദ്ധിമുട്ട്. മനസ്സിലായില്ലേ? ഇത് ആരോടും പറയത്തില്ല. ഇവർ പറഞ്ഞാൽ നാണക്കേടല്ലേ. പള്ളിയിൽ പോവുകയും ചെയ്യും, ക്രിസ്ത്യാനിയാണെന്ന് പറയും, ചാത്തനെ സേവിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അത് ആരോടും പറയില്ല. ഇയാൾ മരിക്കത്തുമില്ല. ഇയാളിങ്ങനെ കിടന്ന് കഷായിക്കും കിടന്നു. ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ മുമ്പൊക്കെ അത് തലമുറക്കാർ ഏറ്റെടുത്തു, ആൾ മരിച്ചു പോകും, ആളെ പിന്നെ കിടത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെ മരിക്കാതെ കിടന്ന ഒരുപാട് പേരെ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കേൾക്കുന്ന അതിൽ ആരെങ്കിലും ഉണ്ടാവും ഇത് ഒഴിവാക്കിയവർ. ആരെങ്കിലുമല്ല, ഒരുപാട് പേര് കാണും. കാരണം ഇതിനെ ഒഴിവാക്കി കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ജീവൻ നഷ്ടപ്പെടത്തില്ല, ആ ജീവൻ വിട്ടു പോകത്തില്ല. അല്ലേ? ഇപ്പോഴും പലരും മരിക്കാതെ ഇതിൽ കിടന്ന് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അവർ മരിക്കില്ല, അവർക്ക് മരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഈ ആത്മാവ് ഈ സാത്താൻ ഈ ചാത്തൻ അവരൊന്നും വിട്ടുപോകത്തില്ല. മനസ്സിലായേ? ഒരുപാട് പേര് ഇന്ന് നരയിച്ച് കിടക്കുന്നുണ്ട്. കാരണം ഇത് ഏറ്റെടുക്കാൻ ആരുണ്ടാവില്ല. ഇന്നത്തെ ചെറുപ്പക്കാരൊന്നും ഇത് ഏറ്റെടുക്കത്തില്ല, അവർക്ക് അറിയത്തില്ല. പിന്നെ ഇതിനെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചാത്തനെ ഞാൻ ഒഴിവാക്കി എന്ന്. പലരും ചാത്തനെ ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. അത് അസാധ്യമാണ്. അത് കാശ് മേടിക്കാൻ വേണ്ടി മാത്രം പറയുന്നൊരു കാര്യമാണ്. ചാത്തനെയൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. ചാത്തനെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പാലിക്കണം. അല്ലാണ്ട് വെറുതെ ഒന്നും ചെന്നുകൊണ്ട് ഒരു ധ്യാനം കൂടി 2 ധ്യാനം കൂടി 3ാമത്തെ ധ്യാനത്തിന് ബൈബിളെ കഷ്ടത്തിൽ വെച്ച് നടക്കുന്നതിനൊന്നും ചാത്തനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ശക്തി വേറെയാണ്. അതല്ലേ? അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് പറ്റത്തില്ല. അതിന് കർത്താവിൻ്റെ പ്രത്യേക കൃപ വേണം. അത് വെറുതെ ഒന്നും കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും കൃത്യമായിട്ട് വേണം. ഉപവാസം എന്ന് പറഞ്ഞാൽ പക്ക ഉപവാസം വേണം ഈ ചാത്തനെ തൊടണമെങ്കിൽ. ഈ ഒരു വെള്ളിയാഴ്ച ഉപവസിക്കുന്നു, ഒരു നേരം അതൊന്നുമല്ല. അതല്ലേ? എനിക്ക് അപ്പോൾ എന്നോട് ഇന്നാളൊരു ഒരാൾ, ഞാനിതൊരു ചെറിയൊരു വീഡിയോ ഇട്ടപ്പം എന്നോട് ഒരാൾ വിളിച്ച് ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്കിത് ഒഴിവാക്കാൻ പറ്റണേന്ന്. നിങ്ങൾക്കിതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? നിങ്ങളിതെങ്ങനെ ഒഴിവാക്കും? എനിക്ക് ഈശോ തന്നൊരു കൃപയാണത്. അതിന് ഞാൻ എൻ്റെ ജീവിതത്തെ കൊടുത്തിട്ടാണ് അത് മേടിച്ചത്. അല്ലാതെ ഞാൻ വെറുതെ ഒന്നും പോയി എനിക്ക് വെറുതെ ഒന്നും കിട്ടില്ല. ഇതൊന്നും അങ്ങനെ ഓടിച്ചെന്നൊന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല, ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈശോനെ അറിഞ്ഞ കാലം പോലെ എനിക്ക് 5 പ്രാവശ്യം ഈശോയുടെ കൂടെ ഉപവസിച്ച് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ചെറിയ ഉപവാസമൊന്നുമല്ല. അതിന് മനുഷ്യനെ കൊണ്ട് ചെയ്യാനും പറ്റത്തില്ല. കർത്താവിൻ്റെ കൃപ, കർത്താവ് പറഞ്ഞനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ, കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ആ ഉപവാസം ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതുപോലെ തന്നെ പ്രാർത്ഥന. ഒരു ഇച്ചിരി നേരം പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, അതുകൊണ്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ ധ്യാനം കൂടി കൊണ്ടൊന്നും, അതൊന്നും ഇവിടെ വിഷയമേ അല്ല. ഞാൻ ആ മനുഷ്യന് പറഞ്ഞു, എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കും. 3 മണിക്ക് എഴുന്നേറ്റ് യേശുവിടെ മുമ്പിലിരിക്കും. 5 മണിക്ക് പ്രാർത്ഥന നിർത്തും, പള്ളിയിൽ പോകും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വേറെ ഒരു സുഖങ്ങളും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. വേറെ ഒരു ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. വേറെ ഒന്നും നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ത്യാഗപൂർണമായൊരു ജീവിതം നയിച്ചിട്ടാണ് എനിക്ക് ഇതിനെ ഒഴിവാക്കാൻ, എനിക്ക് ഇതിനുള്ള കൃപ ദൈവം തന്നിരിക്കുന്നത്. ഞാൻ ആ മനുഷ്യനൊന്ന് ഭയങ്കര വാ വിളിക്കുക, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു ജീവിച്ചു. ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ ഓടി ഞാൻ ചാത്തന ഒഴിവാക്കി തരാം, കൂടോത്രം ഒഴിവാക്കുക, മന്ത്രവാദം ഒഴിവാക്കുക, നടക്കുകയല്ല. അതൊന്നും തൊടാൻ പറ്റില്ല, അതിനെ കാണാൻ പറ്റത്തില്ല. ഇവനൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് അറിയത്തില്ല, അങ്ങനെ പോകത്തില്ല. നമുക്ക് നമ്മൾ അവരെ ഉപദ്രവിക്കാത്തൊരു കാര്യം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല. മനസ്സിലല്ലേ? ചാത്തനെയൊക്കെ തൊടണമെങ്കിൽ അത്രയും ശുദ്ധിയായ ജീവിതം ഉണ്ടാവണം. ബസ് കാശ് പോലും, അതായത് ഒരു വണ്ടിക്കൂലി പോലും ആ സ്ഥലത്ത് മേടിക്കാൻ പാടില്ല. കയ്യിലെ കാശെടുത്ത് ആ വീട്ടിൽ നിന്ന് ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് എത്ര ദൂരം പോയാലും ആ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആര് ചെയ്യും? ആരും ചെയ്യുമോ? കാശ് മേടിക്കാൻ ആരെയും പോയി പ്രാർത്ഥിക്കുമോ? കാശ് മേടിക്കാൻ ആരെയും സാത്താൻ ഒഴിവാക്കുമോ? എനിക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പാലിച്ച് ജീവിക്കുന്നതിന് മാത്രമേ ഇവനെ തൊടാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ആര് പറഞ്ഞാലും അത് നടക്കുന്ന കാര്യമല്ല. അത് പച്ചക്കള്ള പറയണേ. അല്ലാണ്ട് അവനെ തൊട്ട് നോക്കാൻ പോലും സാധിക്കത്തില്ല. തൊട്ട് നോക്കാൻ പിന്നെ അല്ലേ ഒഴിവാക്കണേ. അപ്പോൾ അയാൾ എന്നെ വിളിച്ച പുള്ളിയെന്ന് പറഞ്ഞ് ഇത് ഭയങ്കരമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൾക്കാരൊക്കെ പറഞ്ഞു വെറുതെ അല്ലേ. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇതൊന്നും തൊടാൻ പറ്റത്തില്ല. ഇത് തൊടാൻ പറ്റത്തില്ല. ഇനി ഇത് എന്താ സാധനം എന്നറിയണ്ടേ? ഇതെങ്ങനെ ഇത് പ്രവർത്തിക്കണമെന്ന് അറിയണ്ടേ? എന്താ ഇതിൻ്റെ അവസ്ഥ എന്നറിയണ്ടേ? എങ്ങനെ ഈ ചാത്തൻ്റെ അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ വന്നെന്ന് അറിയണ്ടേ? എങ്ങനെ നമ്മൾ ചാത്തിന് ബലിയാവണമെന്ന് കീഴ്പ്പെട്ട് പോകണമെന്ന് അറിയണ്ടേ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ആൾക്കാർ മേടിച്ച് വെക്കുന്നുണ്ട്. അവരൊക്കെ നമുക്ക് പ്രത്യേകം തിരിച്ചാൽ എല്ലാ ദിവസവും പള്ളിയിലുണ്ടാവും. ഇവരെല്ലാ ദിവസവും പള്ളിയിൽ വരും. കാരണം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടും ദുരിതം മാറാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പം അവർ ഒരു വസ്തുവിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, അത് ഈ മുതലക്കുടത്തോ മറ്റേ കോലഞ്ചേരിയിലോ അവിടെ ഒന്നും ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് ഒരു വസ്തുവിലാണ് കയറ്റിവിടുന്നത്. മനസ്സിലായോ? ഒരു വസ്തുവിലേക്കാണ് കയറ്റിവിടുന്നത്. ആ വസ്തുവാണ് നമുക്ക് തന്നു വിടുന്നത്. അത് ചിലപ്പോൾ എന്തും ആകാം. ഒരു പേനയാകാം, ഒരു പേപ്പർ വെയിറ്റ് ആകാം, അല്ലെങ്കിൽ ചെറിയൊരു കളിപ്പാട്ടാകാം, വടിയാകാം, കമ്പി കഷ്ണമാകാം, എന്തു വേണേ ആകാം. ആ സാധനത്തിലേക്കാണ് ഈ ചാത്തനെ കയറ്റി വിടുന്നത്. ഈ ചാത്തനെ നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നൊരു മുറിയിൽ വെച്ചിട്ട് അവനെ പൂജിക്കുക, അവന് തിരി കത്തിക്കുന്നു, പിന്നെ പൂക്കൾ അർപ്പിക്കുന്നു, കുറേ സമയം അവൻ്റെ കൂടെ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ കോപിക്കും, അവൻ എടുത്തടിക്കും. മനസ്സിലായില്ലേ? അപ്പം ഈ ചാത്തൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അതുകൊണ്ട് സാധാരണ പറഞ്ഞാൽ ചാത്തനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഊട്ട് നേർച്ച കഴിച്ചത് കൊണ്ടോ കടമറ്റത്ത് പോയതുകൊണ്ടോ ചാത്തൻ പോകത്തില്ല. ചാത്തനെ ഒഴിവാക്കണമെങ്കിൽ ആ സാധനം എന്തുമ്മയാണ് അവന് കൊടുത്തു വിട്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ സാധനം നമ്മൾ എടുപ്പിക്കണം അവരെ കൊണ്ട്. ആ സാധനം ഒരിക്കലും നശിച്ചു പോകത്തില്ല. അത് അവരുടെ വീട്ടിൽ എവിടെയെങ്കിലും കാണും.
അപ്പോൾ ആ സാധനത്തിന് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും, ഇന്ന സാധനത്തിലാണ് നിങ്ങളുടെ വീട്ടിൽ ഇത് കയറ്റി വിട്ടിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത്. ആ വസ്തു നിങ്ങൾ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ഈ സാധനത്തിന് ഒഴിവാക്കാം. അല്ലാണ്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞു, നേർച്ച കൊണ്ടൊന്നും ഇവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. കടമുറ്റത്ത് പോയാലും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇനി ഒരു പ്രത്യേകത ഇവരുണ്ട്. ഈ ചാത്തനെ കയറ്റി വിടുന്ന മന്ത്രവാദികളോട് എന്ന് പറഞ്ഞാലും അവർക്ക് ഇതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അവർക്ക് കയറ്റി വിടാനേ പറ്റത്തുള്ളൂ. അവർക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല, അറിയത്തില്ല, ഇറക്കി വിടത്തില്ല. അപ്പോൾ കിട്ടിയാൽ അതൊരു നിധിയാണ്, ഒരു നാശമായൊരു നിധിയാണ്. മനസ്സിലായില്ലേ? ഇത് ഈ ചാത്തൻ എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ചാത്തൻ എന്ന് ഇല്ലേ? ചാത്തൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ആർക്കും കിട്ടാത്തൊരു അറിവാണ് കേട്ടോ. നിങ്ങളോട് ആരും പറയാത്തൊരു അറിവാണ്. നിങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്നും കിട്ടാത്തൊരു അറിവാണ് ഞാനീ പറയുന്നത്. ഈ ചാത്തൻ എന്ന് പറഞ്ഞാൽ അത് ചാത്തൻ സേവ, മന്ത്രവാദം, കൂടോത്രം, കൈവശം, ഈ 4 വസ്തുവിലേക്കും വിടുന്ന ഒരു പിശാചുണ്ട്, ഒരു പൈശാചിക ശക്തിയുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു തിരിച്ചുവരവുണ്ട് പറ്റത്തുള്ളൂ. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അതെന്താണ്? നമ്മുടെ ഭൂമിയിൽ ജീവിച്ച് നാശകുലമായ ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലേ? ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ഭൂമി മരിക്കും. ആ മരിക്കുന്ന ആത്മാക്കളെ എന്ത് ചെയ്യും? ഈ മന്ത്രവാദി പിടിക്കും, അവൻ്റെ കസ്റ്റഡിയിലാക്കും. ആ കസ്റ്റഡിയിലാക്കുന്ന ആ ആത്മാവിനെ ഒരു വസ്തുവിലേക്ക് കയറ്റിവിടുക. മനസ്സിലല്ലേ? അതാണ് ചാത്തൻ സേവ. അതുതന്നെയാണ് മന്ത്രവാദം. ഈ മരിച്ചുപോയ നമ്മുടെ ഇടയിൽ നിന്ന് കർത്താവിനെതിരെ തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആ വ്യക്തികളുടെ കാര്യം പറഞ്ഞേ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുക. അതല്ലേ? നരകത്തിലൊന്നും പോകത്തില്ല. അത് ഈ നരകം എന്ന് പറഞ്ഞാൽ ഇതാ, എന്ത് വേദനയായിരിക്കുന്നവരെ അവരുടെ ജീവിതത്തിൽ, അവരുടെ ആത്മാവിന്. ഈ ആത്മാവിനെ പിടിച്ചിട്ടാണ് ചാത്തൻ സേവയ്ക്കും മന്ത്രവാദത്തിനും കൂടോത്രത്തിനും കൈവശത്തിനും ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് അതിനകത്ത് വിഷാംശമൊന്നും അതിനകത്തില്ല. നാളെ ആരണ്ടൊക്കെ പറഞ്ഞിട്ട് കൈവശം എന്ന് പറഞ്ഞാൽ വിഷം കൂടണമാണ്. അല്ല, വിഷവും കിഷമൊന്നും അതിനകത്തില്ല. ഒരു മിഠായി കയറ്റി വിടും ഈ സാധനത്തിന്. ഒരു മിഠായി കഴിച്ചാൽ മതി, അത് തീർന്ന് അവൻ്റെ വയറ്റിലെ സാധനം ഉറപ്പായി. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ വരുന്നതേ എനിക്ക് പറയാൻ സമയം കിട്ടത്തുള്ളൂ. ബാക്കി ഞാൻ പിന്നെ ഒരു ദിവസം പറയാം. അപ്പോൾ ഈ ചാത്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് തന്നെ, നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന, ദൈവത്തിനെതിരായി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ ശിക്ഷാ നടപടിയിൽ വരുന്ന ആത്മാക്കളാണ് ഈ ചാത്തൻ സേവക്കാർ, ഈ മന്ത്രവാദികൾ പിടിക്കുന്നത്. അതിനാണ് അവരത് വെച്ച് പൂജിച്ച് ഇങ്ങ് വിട്ടു തന്നെ. മനസ്സിലായില്ലേ? ഇതാർക്കും അറിയത്തില്ല. ഇത് എല്ലാം പറഞ്ഞ് സാത്താൻ പിശാച് സാത്താനൊക്കെ പോയിട്ട് നൂറ്റാണ്ടുകളായി. യേശുവിൻ്റെ കുരിശ് മരണത്തോടുകൂടി ആണ് പിശാച് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയത്. അതുകൊണ്ടല്ലേ കുരിശിനെ പേടിയാണ് സാത്താന്. അതുകൊണ്ടാണ് സാത്താൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയത്. എന്നിട്ട് സാത്താൻ പറഞ്ഞു, അതല്ല, നമ്മൾ തന്നെ ഈ സാത്താൻ, നമ്മുടെ ആത്മാവിനാണ് ഈ സാത്താൻ എന്ന് പറയുന്നത്. ഇവർ പിടിച്ച് കഴിയുമ്പം ഇവരോട് നമ്മൾ എന്ത് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. മനസ്സിലായില്ലേ? എന്ത് വെച്ചാലും പറഞ്ഞു തരും. അപ്പം അത് പിടിക്കണം, അത് പിടിച്ച് ഇവരെ നമ്മുടെ കസ്റ്റഡിയിൽ ആക്കണം. അതാണ് വലിയ പാട്. അത് ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ ആരെക്കൊണ്ടും സാധിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇനി ഈ സാത്താന് കൊടുക്കുന്ന പൂജ എപ്പം നമ്മൾ നിർത്തുന്നു, അതോടെ ആ കുടുംബത്തിൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് വിചാരിച്ചു. മനസ്സിലായില്ലേ? എപ്പം നിർത്തുന്നു അപ്പം തുടങ്ങും.
ഇവൻ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ, ഈ ചാത്തൻ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ അതൊക്കെ അവൻ എന്തു ചെയ്യും? തിരിച്ചെടുക്കും. ഒരിക്കൽ ഞാൻ തൊടുപുഴ ധ്യാനം നടത്തിക്കുന്ന സമയത്ത് ഇടുക്കിയിൽ നിന്ന് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 40 ഏക്കറിൻ്റെ മേലെ സ്ഥലം ഉണ്ടായിരുന്ന, ഇപ്പോൾ കിടക്കുന്നത് 3 സെൻറ്റ് സ്ഥലത്താണ്. അത് ചെറിയ ഒരു കല്ല് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഓല മടഞ്ഞ് കെട്ടി ഇപ്പോൾ ഒരു ചായക്കടയും ഒക്കെ ആയിട്ട് ജീവിക്കണം. ഒക്കെ പോയി, സർവ്വതും പോയി. അയാൾ വന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്തത് അയാൾ കേട്ടതാണ്. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, സാറേ ഇന്ന മാരെ ഒരു പ്രശ്നമുണ്ട്, അതെനിക്കൊന്ന് പ്രാർത്ഥിക്കാവോ, നോക്കാവോ എന്ന് പറഞ്ഞു. ശരി വരാൻ പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പം എന്നിട്ടാ ചാത്തസേവയാണ്. സേവ കൊണ്ടുവച്ചിട്ട് ആ സേവനെ ഉപദ്രവിച്ചപ്പം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഇതല്ല, സമ്പത്തല്ല. അപ്പോൾ അവർക്ക് രക്ഷപ്പെടണം. എന്തു ചെയ്യും? ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അത് ഒരു ചൂരിലുമ്പോൾ കയറ്റി വിട്ടാണ് സാധനം. ഞാൻ പറഞ്ഞൊരു ചൂരിലാണ്. ആ ചൂരിൽ നിങ്ങളുടെ വീട്ടിലെവിടെയോ ഉണ്ട്. ആ ചൂരിലെടുത്തുകൊണ്ട് വരികയാണെങ്കിൽ അടുത്ത മാസം ധ്യാനം തുടങ്ങുമ്പോഴത്തേക്കും ആ ചൂരിലെടുത്തുകൊണ്ട് വന്നാൽ, മാസത്തിൽ ഒരിക്കൽ ധ്യാനം, ചൂരിലെടുത്തുകൊണ്ട് വന്നാൽ ഞാനത് ഒഴിവാക്കി നിങ്ങളിതിൽ നിന്ന് വിളിച്ചു തരാം. അപ്പോൾ ഒരു കാരണം ഒരു മരിക്കാണ്ട് കിടക്കുക. അയാൾ പറഞ്ഞ ചൂരിൽ ഞാനിവിടെ പോയി കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റും. ആ ചൂരിൽ നിങ്ങൾ എവിടെയെങ്കിലും ആ സാധനം ഇരിപ്പുണ്ടാവും. അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് നഷ്ടപ്പെട്ടു പോകത്തില്ല, അവർ വിട്ട് പോകത്തില്ല സാധനം. എന്തോ പിറ്റേ മാസം അയാൾ ആ ചൂരിലൊടിയായിട്ട് വന്നു. ഞാൻ അവനെ താഴെ ഇറക്കി ചോദിച്ചു, വിട്ടേക്ക്, അവർക്ക് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു, അവർ വിട്ടേക്ക്, ഇനി അവരെ ശല്യം ചെയ്യരുത്. ഇനി നീ ശല്യം ചെയ്താൽ നിന്നെ ഞാൻ എൻ്റെ മേത്തേക്ക് കയറ്റി അവസാനിപ്പിക്കും. എൻ്റെ മേത്തേക്ക് കയറി പിന്നെ അവർക്ക് അനങ്ങാൻ പറ്റില്ല. പിന്നെ അതൊരു തീരുകയല്ല. എന്തിനു വേണ്ടി അപ്പോൾ ആ പിറ്റേ മാസം വന്നപ്പം അയാളും അയാളുടെ 2 ചേട്ടന്മാരും ഒക്കെ ആയിട്ട് വന്നേ. അവരിൽ നിന്ന് സാധനമെല്ലാം ഒഴിവാക്കി വിട്ടു. പിന്നെ ഞാൻ അറിഞ്ഞത് ആ കാരണവർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അതിനുശേഷം 2 വർഷം കുറേ കഴിഞ്ഞപ്പം അയാളെ വീണ്ടും തോപ്രാംകുടി ധ്യാനത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയാതെ ഇപ്പം കുറേയധികം മെച്ചപ്പെട്ടു. 10 സെൻറ്റ് സ്ഥലം മേടിച്ചു, വലിയൊരു പെര പണിതു, നല്ലൊരു ചായക്കടയുണ്ട്. ഇതാതിൻ്റെ കാരണം. അവൻ തന്നതെല്ലാം തിരിച്ചെടുക്കും. മനസ്സിലായില്ലേ? എവിടെ പോയാലും അത് തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾ എവിടെ പോയാലും ഇത് കിട്ടില്ല. അത് ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾക്ക് ആർക്കും കിട്ടാത്ത കാര്യമോ, ആരും പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയണം. ഇതെന്നല്ല, ഏത് കാര്യവും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇന്ന് വരെ ഈ ലോകത്ത് കേൾക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനാണ് നിങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കിതിനകത്ത് വേറെ ലാഭങ്ങളൊന്നുമില്ല. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഇതുവരെ മിണ്ടാതിരുന്ന കുറച്ച് ഒരു 5-6 മാസമായിട്ടുള്ളൂ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുവരെ ഞാൻ മിണ്ടാതിരുന്ന, സൈലൻ്റായിരുന്ന. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഇത് നിങ്ങൾ തള്ളി കളയണം. ഇത് എൻ്റെ പുറത്തേക്ക് കയറാനൊന്നും വന്നേക്കരുത്. അപ്പോൾ ചാത്തൻ സേവയുടെ പ്രത്യേകത അതാണ്. മനസ്സിലായോ? ഇതിങ്ങനെ വരുമ്പം നമ്മുടെ എല്ലാം തകരുക, സ്ഥലം പോകുന്നു, രോഗങ്ങൾ വരുന്നു, കടം വന്ന് തലയിൽ കയറുന്നു. അപ്പം നമ്മൾ ഓടും. അത് മനുഷ്യ സഹജ. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർ ഓടുന്നത് എന്തിനാണെന്നറിയാമോ? എവിടെ പോയാലാണ് ഇതിന്ന് രക്ഷ ഉണ്ടാകണേ? എവിടെ പോയാലും രക്ഷയുണ്ടാവണം. ഒരു സ്ഥലത്ത് പോയാലും ഇത് രക്ഷ കിട്ടുന്നില്ല. കാരണം അവർക്ക് അറിയത്തില്ല. നമ്മൾ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിനാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു കൗൺസിലറെ കാണും. അയാൾക്ക് തോന്നുന്ന അയാൾ പറയും, ഇല്ലേ? അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അയാൾ പറയും. എന്നിട്ട് നമ്മളെ മേലെ കണ്ടൊക്കെ അടിച്ചേൽപ്പിക്കും. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്.
മനസ്സിലായില്ലേ? എല്ലാം തിരിച്ചെടുക്കും. ഒരു 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 ഇതും ഒരു അടി പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ സാധനത്തിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാത്തടത്തോളം കാലം ഒരാൾക്കും ഒരു അടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി, ഒരുപാട് സ്ഥലത്ത് നിന്ന് എൻ്റെ ശരി പണി ചെയ്തായിരുന്നു. ഈശോ എനിക്ക് തന്ന ഏറ്റവും വലിയ ജോലി ചെയ്തായിരുന്നു, എൻ്റെ മിനിസ്ട്രി തന്നെ ഇതായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഞാൻ ഈ സാധനം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സ്ഥലത്ത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മരണവും ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയും, എന്നെ നിങ്ങൾ കൊല്ലാൻ വിളിക്കരുത്, നിങ്ങൾക്കുള്ളത് നിങ്ങൾ അനുഭവിച്ച് തീർക്കുക. ഇത് ചിലർ പറയും എന്നാ കുർബാനയിൽ പോയിക്കോളും, കുർബാനയെ സമർപ്പിക്കുക, പിന്നെ എന്നാ ബന്ധന പ്രാർത്ഥന. എൻ്റെ കർത്താവേ, അത് എന്ത് തെറ്റാണെന്നറിയോ? അത് ഈ പാവങ്ങൾ ബന്ധന പ്രാർത്ഥനയെല്ലാം നടക്കും ഇല്ലേ? ബന്ധന പ്രാർത്ഥന ചെല്ലാൻ നടക്കുക. ബന്ധന പ്രാർത്ഥന ചൊല്ലി 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 അതുങ്ങൾക്ക് ഊപ്പാട് നടക്കും. പിന്നെ ഒരു ടീമുകൾ പറയും, വെളുപ്പിനെ 3 മണിക്ക് വീട്ടിലുള്ള എല്ലാവരും എഴുന്നേക്കണം, എന്നിട്ട് എല്ലാവരും തിരി കത്തിക്കണം, തിരി കത്തിച്ച് കൊന്തയും ചൊല്ലി പെരക്ക് ചുറ്റും നടക്കണം. ഒന്നൊന്നല്ല, എൻ്റെ 10 പ്രാവശ്യം 12 പ്രാവശ്യമായിട്ട് കൊന്തയും ചൊല്ലി കൊണ്ട് നടക്കണം. ജെറീക്കോ പ്രയർ, അതിന് പറയുന്ന പേരാ ജെറീക്കോ പ്രയർ. ഈ ചാത്തസേവനെ ഒഴിവാക്കാനേ, ഈ അന്ധകാര ശക്തിയുടെ ബന്ധനത്തിന് ഒഴിവാക്കാൻ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കണ വിദ്യകളാണ്. ഈ പാവങ്ങൾ കുഞ്ഞു കുട്ടികളെല്ലാം കൂടി എഴുന്നേറ്റ് വെളുപ്പിന് 3 മണിക്ക് പെരക്കിയിട്ട് നടക്കുക, തീയും കത്തിച്ച് ഓരോ തിരിയും കത്തിച്ച് കൈപ്പിടിക്കും, ഓരോ കൊന്തയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. എന്ത് കഷ്ടമാണോ ദൈവമേ! അറിയാൻ പാടില്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അവരെവിടെയെങ്കിലും പോയിക്കോളില്ലേ? എന്നിട്ടിങ്ങനെ ഓരോരോ ലൊടുക്ക് വിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ പാവങ്ങളെ നട്ടശ്വാസം വലിപ്പിക്കുക ഇല്ലേ? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഓരോരുത്തർ വന്ന് എന്നോട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ചാത്തൻ സേവ ഉള്ള വീടുകളിൽ മക്കളുടെ കല്യാണം നടക്കില്ല, കുട്ടികളുണ്ടാകത്തില്ല, അവർക്ക് മാറാ രോഗങ്ങളായിരിക്കും. ഇതൊക്കെയാണ് അതിനകത്ത് ഇവരുകൾക്ക് അനുഭവിക്കുന്നത്. പക്ഷേ ഞാൻ 100% ഉറപ്പായിട്ട് പറയാം, ഈ 3 കാര്യങ്ങളും ആ കുടുംബങ്ങളിൽ ഉണ്ടാകത്തില്ല. ഈ ചാത്തൻ അവരെ ശല്യം ചെയ്യത്തില്ല. ചാത്തൻ ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ചാത്തൻ കൊടുത്തെല്ലാം തിരിച്ചെടുത്ത് അവരെ കഷ്ടപ്പെടുത്തുള്ളൂ. അല്ലാണ്ട് ചാത്തൻ കല്യാണം നടത്താതെ ധരിക്കുന്നില്ല. അവൻ്റെ പണി അതല്ല. അവനെ ഏൽപ്പിച്ച പണി മാത്രമേ അവൻ സത്യസന്ധമായിട്ട് ചെയ്യുള്ളൂ. അവനെ ഏൽപ്പിച്ച മന്ത്രവാദി ഏൽപ്പിക്കുന്ന പണി മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ ആരുടെയും കല്യാണം മുടക്കാനോ കുട്ടികളില്ലാതിരിക്കാനോ മാറാരോഗം വരുത്താനോ ഒന്നും പോകത്തില്ല. അതൊക്കെ ഈ കൗൺസിലർമാരുടെ സൃഷ്ടിയാണ്. എന്തിനാ ഇങ്ങനെയുള്ള ഇടകൂടങ്ങളൊക്കെ ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കണേ? മറ്റ് തകർച്ചകളൊന്നും ആ കുടുംബത്തിന് ഈ ചാത്തൻ വഴി സംഭവിക്കില്ല. അവൻ ചെയ്തില്ലത്. അവൻ്റെ ആവശ്യം അവൻ കൊടുത്തത് തിരിച്ചെടുക്കുക, അതാണ് ചാത്തൻ സേവ. ഇത് എന്താണെന്ന് ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ട് ആണ് അവരിങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ. മനസ്സിലല്ലേ? ആർക്കും അറിയത്തില്ല ഇതെന്താ സംഭവം എന്നൊന്നും ആർക്കും അറിയത്തില്ല. ചാത്തൻ ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴും തൃശ്ശൂർ പോയി ചാത്തനെ സ്വീകരിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴുണ്ട്. തൃശ്ശൂർ എന്നാൽ കിട്ടും. അതിന് മേടിച്ച് ഇന്നിപ്പോൾ നല്ല അടിപൊളി ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുന്നതും അവർക്കെല്ലാം തുണയാകുന്നതും ഈ ചാത്തനാണ്. മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഞാനത് അവസാനിപ്പിച്ചേക്കാം. ഈ ചാത്തനെ ഒഴിവാക്കാൻ അടുത്തൊരു വെടിയുണ്ട. അതും ഈ പാവങ്ങൾ വന്ന് പറഞ്ഞ് കരഞ്ഞ് പറയും, 100 ജപമാല, 150 ജപമാല,
ഇതൊക്കെയാണ് ഈ ചാത്തൻ സേവയിൽ നിന്ന് പൈശാചിക ശക്തിയിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. 100 കൊന്തയ്ക്ക് ഒരു ദിവസം 100 കൊന്തയ്ക്ക് ഇരുന്ന് ചെല്ലണം. എന്താണ് ഞാൻ പറയാം, എന്താണ് ജപമാല എന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. ജപമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ജപമാല ഒരു നൂറ്റാണ്ടുകൾക്കായിട്ടുള്ളൂ ജപമാലയായിട്ട് മാറിയിട്ട്. മറ്റേത് ദൈവത്തോടുള്ള പ്രാർത്ഥന, യേശുവിനോടുള്ള പ്രാർത്ഥന. അതാണ് കുടുംബത്തിലെ കുർബാന എന്ന് പറയുന്നത്. യേശുവിനോടുള്ള പ്രാർത്ഥനയായിരുന്നു. സന്ധ്യയാകുമ്പോൾ എല്ലാ മക്കളും കംപ്ലീറ്റ് വീട്ടിൽ ആരൊക്കെയുണ്ടോ എല്ലാവരും ഇന്ന് ഒന്നിച്ചിരുന്ന് ചെല്ലുന്നത് ഇതാണ് ജപമാല, ഈ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. അതിനാണ് കുടുംബത്തിലെ കുർബാന എന്ന് പറയുന്നത്. അതിന് പ്രത്യേകതയുണ്ട്. കുർബാന എന്ന് പറയുന്ന പ്രത്യേകതയുണ്ട്. ഒരുമയോടുകൂടി, സ്നേഹത്തോടു കൂടി, ഐക്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, മനസ്സിലായില്ലേ? അങ്ങനെ ഒത്തൊരുമിച്ച് ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ കുടുംബ പ്രാർത്ഥന. അതുകൊണ്ടാണ് അതിൻ്റെ കുടുംബത്തിലെ കുർബാന എന്ന് പറയുന്നത്. ഇന്ന് ജപമാല ചെല്ലുമ്പം ആൾക്കാരൊക്കെ എവിടെയാണ്? എന്താണ് അവരൊക്കെ ഒരു ജപമാല ആരെങ്കിലും പൂർണ്ണ മനസ്സോടുകൂടി പല വിചാരം കൂടാതെ ആർക്കും ചെല്ലാൻ പറ്റുമോ? വിശുദ്ധ കുർബാന കാണുന്നില്ല പല വിചാരം കൂടാതെ. അപ്പോൾ പിന്നെ ജപമാലയില്ലോ. ജപമാലയൊക്കെ ഒരു ഫാഷനായി. ഒരെണ്ണം കാലയിലിടും, ഒരെണ്ണം കയ്യിലിടും, ഒരെണ്ണം കയ്യിൽ പിടിക്കും, പിന്നെ ഒരെണ്ണം കഴുത്തേലിടും. ഇതെല്ലാം ഇട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവരാണ് ഏറ്റവും സങ്കടം. ജപമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പരിശുദ്ധനാണ്. അതായത് ജപമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി നല്ല മനുഷ്യരാണ്. അതാണ് അതിൻ്റെ ഇന്നത്തെ അതായത് ജപമാലയൊക്കെ ഇറങ്ങിയപ്പോൾ ഉണ്ടായ തത്വത. ജപമാല കഴുത്തിലുള്ളവരും ഷാപ്പിൽ പോകത്തില്ലായിരുന്നു പണ്ട്. ജപമാല കഴുത്തിലിട്ടുണ്ട് മദ്യം കഴിക്കില്ലായിരുന്നു. ജപമാല കഴുത്തിലിടുന്ന ചേച്ചിമാർ തമ്മിൽ അയലൊക്കെയായിട്ട് തല്ലി പിടിക്കത്തില്ലായിരുന്നു. അതാണ് ഐക്യം, അതാണ് ജപമാല. ഈ 10-15 നൂറ്റാണ്ടൊക്കെ ആയിട്ടുള്ള ഈ ജപമാലയായിട്ട് മാറിയത്. ഒരു ഒറ്റ ചിരടെ കെട്ടിയുന്ന 59 മുത്തുമണികളെ ചുവന്നിട്ട് നടന്നുകൊണ്ട് ഉരുട്ടുക ഇല്ലേ? യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ സാധനം നമ്മുടെ കുടുംബത്തിൽ ചെല്ലുന്ന കുർബാനയാണ്. അത് കണ്ണും കാതും മനസ്സും സ്വരം എല്ലാം ഒരേ സ്ഥലത്ത് ഒരേ ഏകാഗ്രതയിൽ ഇത് ചെല്ലേണ്ട കാര്യമാണ്. ബസ്സിൽ പോകുമ്പം ആ കാഴ്ചകളെല്ലാം കണ്ട് ചെല്ലുന്നതാണ് ജപമാല. എല്ലാവരുടെ കയ്യിലുണ്ടാകും. നടക്കണ വഴി എല്ലാവരുടെ ഉണ്ടാകും ജപമാല. അത് കണ്ണുകൊണ്ട് പലതും കാണുന്നു, ചെവിയിൽ പലതും കേൾക്കുന്നു. അത് ചിലപ്പോൾ തെറിയായിരിക്കാം, കേൾക്കാൻ കൊള്ളാത്തതായിരിക്കാം, കാണാൻ കൊള്ളാത്തതായിരിക്കാം, ചിന്തിക്കാൻ പറ്റാത്തതായിരിക്കാം. അപ്പോഴും നമ്മുടെ കയ്യിൽ ജപമാല ഉരുട്ടുന്നുണ്ട്. അപ്പോൾ ജപമാലയുടെ ഒക്കെ മഹത്വമൊക്കെ പോയി, അതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല. ആ ജപമാലയാണ് 100 ജപമാല, 150 ജപമാല ഒക്കെ ചെല്ലാൻ പറഞ്ഞ് ഇവരിവിടുന്ന്. ഈ പാവങ്ങളുടെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോയെ, ഇതിന് ഒരു അറുതിയൊക്കെ വരണം. ഇനി വരത്തില്ല. കാരണം എല്ലാവരും ഭക്തിയുടെ നിറവിലാണ് എല്ലാവരും ജീവിക്കുന്നത്. എന്താണ് അതിൻ്റെ ഭക്തി? ആ ഭക്തി എന്താണ്? അതൊന്നും അറിയത്തില്ല. കൊന്തയുണ്ടെങ്കിൽ ഭക്തിയായി, കൊന്തവരണം കഴുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കച്ചവടമായി. നമ്മൾ കർത്താവായ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശു വിശ്വസിക്കുക. അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 31-ാം വചനം പറയുന്നത്. കർത്താവായ യേശു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടാക്കും. അതില്ലാത്തത് കൊണ്ടാണ് ഈ വക ശക്തികളിലേക്ക് പുറകെ നമ്മൾ പോകുന്നത്. മനസ്സിലായോ? അതില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ചാത്തൻ സേവ എന്ന് പറയുന്ന സാധനം ഒരുപാട് കുടുംബങ്ങളെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്നുണ്ട്. പണ്ടുള്ളതിൻ്റെ ശിക്ഷ ഇന്നും ആൾക്കാർ അനുഭവിക്കുക. മനസ്സിലായില്ലേ? ഇപ്പം ഇതിനു വേണ്ടി പോകുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കുടുംബം മുടിഞ്ഞു പോകും. ഇപ്പോഴും എൻ്റെ അടുക്കൽ ആൾക്കാർ വരുന്നുണ്ട്, എന്നെ വിളിച്ചു നോക്കുന്നുണ്ട്, സാറേ ഒന്ന് കാണാൻ പറ്റും, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, കുടുംബം ആകെ നശിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം മുടിഞ്ഞ അമ്പലന്മാരെ വീട് കിടക്കണേ, അതിനകത്ത് ആർക്കും താമസിക്കാൻ തന്നെ താല്പര്യമില്ല, എല്ലാം നശിച്ചു, ഒന്ന് നോക്കാവോ എന്ന് പറയാൻ നമുക്ക് സമയമില്ലെന്ന് പറയും.
കാരണം ഇപ്പോഴും പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ പറയാം, തൃശ്ശൂർ പോയി മേടിച്ചെന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പോഴും എനിക്കറിയാം കുറേ പേരൊക്കെ. അവരൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, മനസ്സിലല്ലേ? അവരുടെ കുടുംബമെല്ലാം മുടിഞ്ഞ് നാറാണക്കല്ല് പറിച്ച് പോകും. അതുകൊണ്ട് അതിലേക്കൊന്നും പോയി ചാടാതെ, മനസ്സിലല്ലേ? അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സ്വയം രക്ഷപ്പെടുക. ഞാനാരും കുറച്ചൊന്നും കാണിക്കണമല്ലോ കേട്ടോ. ഈ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടതാണ്, ഇതിനെ ഒഴിവാക്കാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല. അച്ഛന്മാർക്കോ മെത്രാനോ എന്തിനു വേണ്ടി ഒരു മന്ത്രവാദിക്ക് പോലും ഇതിനെ തിരിച്ചൊഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പോൾ നിങ്ങൾ പറയും അച്ഛനേക്കാളൊക്കെ മെത്രാനേക്കാളൊക്കെ അച്ഛൻ വലുതായാണ്, അച്ഛൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത പദവിയിലേക്കാണ് മെത്രാമെന്ന്. ഇതിനെ ഒഴിവാക്കണമെങ്കിൽ ഒരുപാട് കാര്യം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനെ തുടരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. അത് പാലിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവനെ തൊടാൻ പറ്റത്തില്ല. നമുക്കറിവില്ലാണ്ട് ഇവനെ പോയി തൊട്ടിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നമ്മൾ ആൾക്കാർക്ക് പറയും ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, അപ്പോൾ ഇത്ര രൂപ. മനസ്സിലായില്ലേ? പണ്ട് ഈ തൃശ്ശൂർ ഒരാളെ പിടിച്ചു കണ്ടില്ലേ, പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവയ്ക്കും, വീട്ടിൽ കൊണ്ടുവയ്ക്കും, പറമ്പിൽ കൊണ്ട് എവിടെയും കുഴിച്ചിടും, അല്ലെങ്കിൽ പരക്കാത്ത വീടിൻ്റെ എവിടെയെങ്കിലും കൊണ്ട് അരിയത്ത് കൊണ്ട് കുഴിച്ചിടും. എന്നിട്ട് അയാൾ പോയി എടുക്കും. അയാളുടെ പണിക്കാരെ, അയാളുടെ കൂടെ നടക്കുന്ന ഒരു ടീമുണ്ട്, അവരെ കൊണ്ട് പറഞ്ഞ് എടുപ്പിക്കും, കൊണ്ട് കുഴിച്ചിടും. എന്നിട്ട് ഇയാൾ പോയി എടുക്കും. ഭയങ്കര റേറ്റാണ്, 35,000 രൂപ, 30,000 രൂപ, 20,000 രൂപയൊക്കെയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ ആൾക്കാർക്ക് വിശ്വാസമായി, അടുത്ത സ്ഥലത്തേക്കും വിളിക്കും അവനെ. അവസാനം ഇത് CCTV-യിലിട്ട് പിടിച്ചു. ജയിലിലായിരുന്നു തന്നെ. ഇപ്പോൾ പോകുന്നത് എനിക്കറിയത്തില്ല. ഇതാ ഇതിൻ്റെ സത്യം. ഇതാണ്, ഇങ്ങനെയാണ് അതിന്ന് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതിനെ ഒഴിവാക്കാൻ ആരെയെ കൊണ്ടും പറ്റത്തില്ല. ഇതിനെ ഒഴിവാക്കാൻ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പം ഇതിനകത്ത് ചെയ്യാവുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഭേദം നമ്മൾ ഒഴിവാകുക. ആരും ഇതിനകത്ത് പോയി ചാടാതിരിക്കുക. നമ്മുടെയൊക്കെ വീട്, നമ്മുടെയൊക്കെ ഇടവപ്പള്ളിയില്ലേ, നിങ്ങൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ പോരെ? അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ പോരെ? നിങ്ങൾക്ക് സഹായത്തിന്, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവിടെ ഒരു വികാരം വെച്ചിരിക്കണേ. ആ അച്ഛനോട് പറഞ്ഞാൽ ആ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? അതല്ലേ നിങ്ങളുടെ വിശ്വാസം, അതല്ലേ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം. അതൊന്നും ചെയ്യില്ല. എന്നിട്ട് കണ്ണിൽ കണ്ട വട്ടാതിരിയും കിട്ടാതിരിയും മന്ത്രവാദിയുടെ അടുത്തൊക്കെ പോയിട്ട് ഓരോ സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ ശാപം മുഴുവൻ നമ്മുടെ മക്കളും നമ്മളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. ശരിയല്ലേ? അതുകൊണ്ട് അതൊക്കെ വിടുക. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പറയും നമ്മുടെ ഇടവപ്പള്ളിയാണ്. നമ്മുടെ ഇടവപ്പള്ളിയില്ലാത്തൊരു ഇത് നമുക്ക് വേറെ ഇല്ല. അവിടെയാണ് നമ്മുടെ ആശ്രയം. അതല്ലേ? ഈ അന്ധകാര ശക്തിയത്തോട് ഒഴിവാക്കത്തില്ല. അങ്ങനെ വന്ന് ഒരു പൈസ പോലും നിങ്ങൾ കൊടുക്കരുത്. ഒരു പൈസ കൊടുത്താൽ അതിൽ വലിയ ശാപമാണ്. പൈസ കൊടുത്ത് ഇതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ പണം എന്ന് പറഞ്ഞതും ഈ പിശാചാണ്. ആ പിശാചിനെ കൊടുത്താൽ പിശാചിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. പിശാചിനെ മേടിക്കുന്നവന് പിശാചിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പാലിക്കണം. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കണം. എങ്കിലേ കർത്താവ് ഇതിനകത്ത് ഇത് തരത്തുള്ളൂ. നമുക്ക് ഞാൻ മുമ്പ് ഇതൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ പ്രാർത്ഥന മുറിയിൽ നിന്ന് വെച്ചിട്ട് എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ അവരെ വിളിച്ച് ഇറക്കും. എന്നിട്ട് അവരോട് ഓരോ കാര്യം ചോദിക്കും. എന്ത് രസമാണെന്നറിയാവോ? അവർ നമ്മുടെ കസ്റ്റഡിയില്ല, എൻ്റെ കസ്റ്റഡിയില്ല. ഞാൻ കയറ്റിവിടും, എല്ലാം പറയും. ഇത് ഞാനീ പറഞ്ഞ കേട്ടിട്ട് നിങ്ങളാരും പറയരുത് ഞാൻ പിശാചിനോട് ഞാൻ വിളിച്ചു വർത്താനം പറഞ്ഞു. ഇതിനോട് സംസാരിക്കാനായിട്ട് അതിൻ്റെ ആ ഭാഷയൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അതിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ?
അതിൻ്റെ സ്വരം കേൾക്കാൻ പറ്റത്തില്ല. എന്നാലാണല്ലോ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത് സ്വരം കേൾക്കണമെങ്കിലും അവരോട് സംസാരിക്കണമെങ്കിലും എന്ത് ചെയ്യണം? കർത്താവ് നമുക്ക് ആ ഭാഷ പഠിപ്പിച്ചു തരണം. എങ്കിലേ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലല്ലേ? ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിർത്തുകയാണ്. കാരണം ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നന്നായി ജീവിക്കുക. 2 വചനം മാത്രം പാലിക്കുക. ഒന്ന് ഫിലിപ്പിയർ 4:2 നമുക്കുള്ളതുകൊണ്ട് മാത്രം നമ്മൾ മാത്രം തൃപ്തിപ്പെട്ട് ജീവിക്കും, മറ്റുള്ളവർക്ക് കൂടി ഇത് പങ്കുവെച്ചു കൊടുക്കണം. അതിൽ നിന്ന് രണ്ടാമത്തത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം. ഈ എളിയവൻ ചെയ്യുന്നത് അത് എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ പാവപ്പെട്ടവന് വേണ്ടി നമ്മൾ ഒരു ദിവസം കൊടുത്താൽ പോരട്ടോ, ഒരു ദിവസമോ ഒരു നേരമോ കൊടുത്താൽ പോരാ. നമുക്കത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഉള്ളിടത്തോളം സമയം നമ്മളത് കണ്ടിന്യൂ ചെയ്തിട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ പാവങ്ങൾക്കും പരിഹാരമായി. ഇതിനൊന്നും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ പറ്റുമെങ്കിൽ അവർ പറയണം ഇതിനെ ഒഴിവാക്കി കളയാൻ പറയണം. ഇത് പോയി ചെയ്യരുത്. ചാത്തസേവ ചെയ്യരുത്. ചാത്തനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യരുത്. അവനെ നിങ്ങൾ പൂജിക്കുകയും ചെയ്യരുത്. അത് നമ്മൾ കർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഞാൻ ഇനി നീട്ടുന്നില്ല. നിങ്ങളിത് കാണുന്നവർ ചിലപ്പോൾ 1-2 പേരോ മാത്രമേ ഇത് കാണത്തുള്ളൂ. ആ കാണുന്നവരെങ്കിലും മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എൻ്റെ വീഡിയോ കാണാൻ പറയണ്ട. ഇത് നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ 2 പേര് കാണും, ചിലപ്പോൾ ഒരാൾ കാണും, ഒരാൾ കേൾക്കും. അവരൊന്ന് അടുത്തൊരാളോട് നിങ്ങളുടെ പരിചയക്കാരോട് ഒന്ന് പറഞ്ഞാൽ മതി, എൻ്റെ പൊന്നിയങ്ങാതി ഒരിക്കലും ഈ ചാത്തൻ സേവയിൽ പോയി ചാടരുത് എന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനീ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ചെയ്യാം. ഇതുപോലെയൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയില്ല, നിങ്ങൾക്ക് അറിയാനും പറ്റത്തില്ല. ഉറപ്പാണ്. ശരി, എൻ്റെ വീഡിയോ പറയുന്നതെന്ന് ചുമ്മാ കണവണ കേട്ട് പറയണമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുള്ളി ഒരു കുറിപ്പിട്ട് എന്നാന്നറിയോ, എങ്ങനെയാണ് ഇത് കർത്താവായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു തരുന്നത് ഞങ്ങൾക്കും ചെയ്യാമെന്ന്. നടക്കില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തെ അങ്ങ് വിട്ടു കൊടുക്കണം, നമ്മുടെ ജീവിതത്തെ ഒഴിവാക്കി കൊടുക്കണം. പറ്റുമോ? ഇല്ല. പിന്നെന്തിനാ? അത് ഞാൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് എൻ്റെ പുറത്തേക്കാരും കയറാൻ വരരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലേ തള്ളിക്കളഞ്ഞേക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് ഇതേക്കുറിച്ച് സംശയമുണ്ടോ? എന്നെ വിളിച്ചോ, എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞുതരാം. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾക്ക് ഇതിന് ഞാൻ ചെയ്തു തരാം. എൻ്റെ നമ്പർ വേണമെങ്കിൽ ഇതാ ഞാനിപ്പോൾ പറയാം. നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് ചോദിച്ചോ. 9444666181 94 47 46 61 81. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ. എന്നെ ചീത്ത പറയാനൊന്നും വിളിച്ചേക്കരുത്. ഞാൻ അതിന് വേണ്ടിയല്ലോ ചെയ്തത്. ഞാനൊരു പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ലോ. ഞാൻ ഇന്ന് ലൈക്കും ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് പൈസ അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ആ പൈസയുടെ ആവശ്യമില്ല. അല്ലേ? ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതിൻ്റെ ഒന്നും പോകരുത്. ഇതിൻ്റെ പുറകിലൊന്നും പോകാതെ നമ്മുടെ പള്ളിയിലെ ഇടവപ്പള്ളിയിലെ കൊച്ചുപള്ളിയിലെ അവിടെയുള്ള ഈശോയാണ് എല്ലായിടത്തും ഉള്ളത്. അവിടെയുള്ള മാതാവാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അതിന് പ്രത്യേക മാതാവിനൊന്നും പ്രത്യേകം ഒന്നും സ്ഥലത്തുമില്ല. എല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കുന്ന പ്രതിമകളാണ്. ആ പ്രതിമ നമ്മുടെ പള്ളിയിലുണ്ട് ഇല്ലേ? അവിടെ പോയി നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ സമയം കിട്ടുമ്പം, എപ്പോഴും സമയം കിട്ടുമ്പം ഒന്ന് ചെന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. അത്രയും വലിയ അനുഗ്രഹം ഈ ഭൂമിയിൽ നമുക്ക് കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിനെല്ലാം തട്ടിക്കളഞ്ഞിട്ടാണ് ഈ കണ്ണി കണ്ട പിശാചിൻ്റെ പോലെ നമ്മൾ ഓടുന്നത്. നമ്മുടെ കൂടെ ജീവിച്ച മനുഷ്യരുടെ ആത്മാവിന് നമ്മൾ ഈ ചോദ്യം നടക്കണം. അവരാണ് നമുക്ക് ഈ ദ്രോഹം ചെയ്യുന്നത്. അവരെ കൊണ്ടാണ് ഈ പൂജാരി ഈ മന്ത്രവാദി നമ്മളെ കുറിച്ച് നമുക്ക് ചെയ്ത് തന്നെ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ ഒരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ കൂടെ ജീവിച്ച ഈ ഭൂമിയിൽ ജീവിച്ച തെറ്റായ രീതിയിൽ ജീവിച്ച മനുഷ്യൻ്റെ
ആത്മാവിനെ മന്ത്രവാദി പിടിച്ച് അവൻ കയറ്റിവിടുന്നതാണ് ഈ ചാത്തൻ സേവ, കൂടോത്രം, മന്ത്രവാദം, കൈവിഷം. അല്ലാണ്ട് സാത്താനും ഗീത്താനും അല്ല വന്ന് കയറണേ. ഇത് നല്ല രീതിയിലൊക്കെ ജീവിച്ച് മറ്റുള്ളവർക്ക് സഹായങ്ങളൊക്കെ ചെയ്ത് കടന്നു പോയാൽ നല്ല ആത്മാവിൽ മരിക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാനിതൊന്നും ചെയ്യണ്ടെന്ന് വെച്ചിരുന്നു. കുറേ ആദ്യം ഞാൻ 2-3 വീഡിയോ ചെയ്തിരുന്നു, മനസ്സിലായില്ലേ? പക്ഷേ അത് ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം ഞാൻ ചെയ്തതാണ്. എല്ലാവരും എന്നോട് പറയും, സാറേ ഇത് കേൾക്കാത്ത കാര്യമാണ്, ഈ പൈശാചിക ശക്തികളെക്കുറിച്ച് ആർക്കും അറിവില്ല, ആരും കേട്ടിട്ടില്ല, അതൊന്ന് സാറൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഒരു വീഡിയോയിലിട്, കാണുന്നവർ കാണട്ടെ, അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ. ഒത്തിരി പേരുടെ ഇത് സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? കൂടോത്രം. മനസ്സിലല്ലേ? അറിയണ്ടേ? നിങ്ങൾക്കത് അറിയണ്ടേ? അതിന് കാത്തിരിക്കുക. നമുക്കൊരു സമയം കിട്ടുമ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.